ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം അബൂ നഈം തങ്ങൾ അവരുടെ ഹില്യയിൽ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണിത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഫീ മിൽഹഫത്തില്ലാഹ്, ഒരു കമ്പിളിപ്പുതപ്പിൽ, ലൈസ ഹൗലഹു അഹദ്, ആരും ചുറ്റില്ല. ഉസ്മാൻ തങ്ങൾ ഒറ്റയ്ക്ക് ഖലീഫയായിരുന്ന കാലം. ആ സംഭവങ്ങൾ ഈ പറയുന്നൊക്കെ ഖലീഫകളാവുമ്പോഴാണ്. രണ്ട് ഉസ്മാൻ തങ്ങളെ പറയുന്ന അലി തങ്ങളുടെ ചരിത്രം കൂടെ പറയാൻ. 4 ഖുലഫാ ഉർ റാഷിദീൻ, നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കാലശേഷം ഫിത്നകൾ വരും, ഫിത്നകൾ വരുന്ന കാലം എൻ്റെ ചര്യയും എൻ്റെ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അപ്പം അവരെങ്ങനെ ജീവിച്ചു എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കിടക്കുന്നുണ്ട്. ഒരു കിടത്തം, ലൈസ ഹൗലഹു അഹദുൻ, ഉസ്മാൻ തങ്ങളുടെ ചുറ്റും ആരുമില്ല, ബോഡി ഗാർഡുകളില്ല, കരിമ്പൂച്ചകളില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് ഖലീഫയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല. ലൈസ ഹൗലഹു അഹദുൻ, ആരും കൂടെയില്ലാതെ ഉസ്മാൻ എന്നവരെ പള്ളിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. വഹുവ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്നവർ ആ സ്ഥാനം വഹിച്ചിരുന്ന കാലമായിരുന്നു അത്. ളഹറൽ ഹയാ വൻഹല്ല ദാകൽ ബാരിഖു വനദാക ഫയ്യാഹുൻ വനജ്ദുക സാബിഖു وتقسم الناس الحياء مجزأ فذهبت أنت برأسه وسنامه. നാണം എന്ന് പറയുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവം ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തപ്പോ ഉസ്മാൻ എന്നവരെ അത് മുഴുവനും നിങ്ങൾ വാരിയെടുത്തല്ലോ. റളിയല്ലാഹു അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, റളിയല്ലാഹു അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അത്രയും ഹബീബിന്റെ പുതിയാപ്പിളയായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഒരു ചരിത്രം ഇതേപോലെ പള്ളിയിൽ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പള്ളിയിലൂടെ നടക്കുകയാണ്. അപ്പൊ ആരോ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. നടന്നു പോയപ്പോ അയാളുടെ കാലിൽ തട്ടി. അപ്പൊ അന്ന് അമീറുൽ മുഅ്മിനീനാണ് ആര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ മഹത്വമുള്ള സ്ഥാനമാണത്. കാരണം നമ്മളൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്നല്ലേ പറയാ, അന്ന് അങ്ങനെയല്ല. ലോക മുസ്ലിം രാജ്യങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കും ഈ ഖലീഫ എന്ന് പറഞ്ഞ ആൾ. ഒരു രാജ്യമല്ല, എല്ലാ രാജ്യങ്ങളുടെയും അധികാരം അവരുടെ കയ്യിലാണ്. അപ്പോ മനുഷ്യന്മാർ പറയാൻ നിരക്കല്ലേ പ്രതികരിക്കുക. കാലിൽ തട്ടിയതേ ഉള്ളൂ. ആ കിടക്കണ മനുഷ്യൻ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ഡോ, നീ ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു. അന്ത മജ്നൂൻ, നിനക്ക് തലക്ക് സുഖല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കൂടുള്ളവരൊക്കെ അമീറുൽ മുഅ്മിനീൻ്റെ ആളുകളോട് അവരെ എഴുന്നേറ്റ് ഇയാളൊരു അടിയടിക്കാൻ വേണ്ടി വന്നു. തൊട്ടുപോകരുത് അയാളെ. അയാൾ എന്നോട് ചോദിച്ചു ഭ്രാന്തനാണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. വിഷയം തീർന്നല്ലോ, നിങ്ങൾ എന്തിനാ അയാൾ അടിക്കാൻ പോണത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, എന്നൊക്കെ ഗുണ്ടായിസമാണ്, ഗുണ്ടായിസം. നമ്മളറിയുന്നൊരു ഹുസൈൻ ദാരിമി ഉണ്ട്. ഹുസൈൻ ദാരിമി നല്ലൊരു മനുഷ്യനാണ്, കർണാടകയിലാണ്. ആ സാധുവിനൊക്കെ ഗുണ്ടകളയച്ചിട്ടൊക്കെ തല്ലാൻ വിട്ടിട്ടുണ്ടെന്നാ, മുസ്ലിമീങ്ങളായ ആൾക്കാരൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് വിളക്ക് കെട്ടപ്പോ ആ വിളക്ക് നന്നാക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയി വിളക്ക് കത്തിക്കുകയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, അല്ല ഖലീഫത്തൽ മുസ്ലിമീൻ അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ ചെയ്തു തരൂല, നിങ്ങൾ എന്തിനാ അത് ചെയ്തത്? പറഞ്ഞു, ഖുംതു അന ഉമർ വറജഅതു അന ഉമർ. ഞാൻ ആ വിളക്ക് നന്നാക്കാൻ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ ഉമറാണ്, തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉമറാണ്. എനിക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിളക്ക്, അതിനെന്താ കുഴപ്പം? അത് ഞങ്ങൾ ചെയ്തു തരൂലേ? നിങ്ങൾക്ക് വേണേൽ ചെയ്യാം, പക്ഷെ ഞാനത് ചെയ്തു, എനിക്കെന്ത് കുഴപ്പം? എന്റെ അഭിമാനത്തിന് എന്ത് കുറവ് സംഭവിച്ചോ? ഒന്നുമില്ല, ഞാൻ ചെയ്തു, ഞാൻ തിരിച്ചു വന്നു, ഒരു കുഴപ്പമില്ലല്ലോ. ഖുംതു അന ഉമർ വറജഅതു അന ഉമർ. ആ ഒരു ലാളിത്യം ഇസ്ലാമിലെ വലിയൊരു ഗുണമാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയായി അയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ സ്വന്തം ഭാര്യ പറയണം, എൻ്റെ ഉദയാപ്പിള നല്ല ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല മാലവാളെ വാങ്ങിക്കൊടുത്തിട്ടെങ്കിലും പറയിപ്പിച്ചോളേ. അതൊന്നും കൊടുക്കാതെ തന്നെ ഓല് പറയണം.
കാരണം നാട്ടുകാരുടെ മുമ്പിൽ നന്നാവാൻ വലിയ പണിയൊന്നുമില്ല. അല്ലേ മാഷ അല്ലേ? അല്ലേ? അതിന് വലിയ പണിയൊന്നുമില്ല. നമ്മളാരും പേടിക്കാതെ നമ്മുടെ കൺട്രോളിൽ അവർ നിൽക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അതാണ് വിഷയം. മാനേജർ മുമ്പിലൊക്കെ നമ്മൾ എന്ത് നല്ല പൂച്ചക്കുട്ടികളാണ്, കാരണം പണി പോവേ, അപ്പോൾ പിന്നെ നല്ല കുട്ടിയാണ്, അതല്ല വിഷയം. നമുക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മുടെ അധികാരമാണ്, നമ്മൾ പറഞ്ഞത് ഇവിടെ നടക്കുള്ളൂ. ആ സ്ഥലത്ത് നമ്മൾ എങ്ങനെ പെരുമാ, അതുകൊണ്ടാണ് ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും നന്നായി പെരുമാറുന്നവരാണ്. അതാണ് ഏറ്റവും വലിയ ഖൈർ. വഅന ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും നന്നായി സ്വന്തം കുടുംബത്തോട് പെരുമാറുന്നത് ഞാനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നമ്മുടെ അഹങ്കാരവും നമ്മുടെ ദേഷ്യവും ഒക്കെ ശരിക്കണം പുറത്തു വരിക. നാട്ടുകാരുടെ മുമ്പിൽ എത്ര നല്ല കുട്ടിയാണെന്നാ, വീട്ടുകണ്ടെത്തിയാൽ ചീത്ത വിളിയും അടിയും പ്രഹരവും ബഹളവും ബുദ്ധിമുട്ടാക്കലും. അങ്ങനെയാണോ? വട്ടപൂജയാണ് നമ്മുടെ ഗ്രേഡ്. എന്തുകൊണ്ടെന്നാൽ അവിടെ നമ്മുടെ ഈഗോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവിടെ നമ്മൾ ഈഗോ ഡ്രിവൻ ആണോ അല്ലയോ, ഇതാണ് ഇസ്ലാം നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിജയം കിടക്കുന്നത് നമ്മുടെ ഈഗോ നമ്മൾ തകർക്കുമ്പോഴാണ്. അള്ളാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നുകൂടെ ചൊല്ലട്ടെ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ഇനി അധികം ചൊല്ലിക്കൂല, കഴിഞ്ഞു. നമ്മൾ ദായറിന് ബിരിയാണി ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടെ പറയട്ടെ, ടൈം വൈകോ? അടുത്ത ക്ലാസ് നമുക്ക് എന്ത് 8:45 തുടങ്ങണേ. നമ്മൾ പഴയ ടൈം ടേബിൾ അനുസരിച്ച് പോകുന്നതുകൊണ്ടാണ് ഇന്ന് 9 മണിയാക്കിയത്. അടുത്ത നമ്മൾ 8:45 തുടങ്ങും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂട്ടുകാരോ സുഹൃത്തുക്കളോ അയൽവാസികളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ്സിലേക്ക് ഒന്ന് അറിയിക്കുക. ഒരു പഠിക്കുകയാണെങ്കിൽ വല്ലത് നന്മ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അത് വലിയ പ്രതിഫലാർഹമാണ് അല്ലേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്നവരെ കുറിച്ച് മഹാനായ അല്ലാമ ഇബ്നു അസാക്കിർ തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന സാദാൻ എന്ന് ഉദ്ധരിക്കുന്നുണ്ട്. കാന യംശി ഫിൽ അസ്വാഖി വഹദ, അങ്ങാടിയിലൂടെ ഒറ്റക്ക് നടക്കുമായിരുന്നു. ആര്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായിരുന്ന കാലം, ഭരണാധികാരിയായിരുന്ന കാലം. 3 ഖലീഫമാരെ പറഞ്ഞു, 4ാമത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കാന യംശി ഫിൽ അസ്വാഖി വഹദഹു വഹുവ ഖലീഫ, ഖലീഫയായിരുന്നിട്ട് ഒറ്റയ്ക്ക് അങ്ങാടിയിലൂടെ നടക്കുമായിരുന്നു. യുർഷിദുദ്ദാല്ല വയുൻഷിദുദ്ദാല്ല, ആരുടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ സാധനം ഇതിനാളുണ്ടോ, ഇത് ആരുടേതാ എന്നൊക്കെ ചോദിച്ച് അങ്ങാടിയിലൂടെ നടക്കും. അന്ന് അങ്ങനെ, ഇന്നിപ്പോൾ ഓൺലൈൻ പബ്ലിഷ് ചെയ്യുന്ന പോലെ നമുക്ക് വിളിച്ചു പറയാൻ കഴിയില്ല. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഓൺലൈൻ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യും, അങ്ങാടിയിൽ മനുഷ്യന്മാർ വരുന്ന നേരം ഇങ്ങനെ പിടിച്ച് നടക്കും. ഇത് ആരുടേതാ, ഇത് ആരുടേതാണ്, ആരിത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ഇത് ആരുടെ വാലറ്റാണ്, ഇത് ആരുടെ പെന്നാണ്, ഇത് അങ്ങനെ ചോദിച്ച് ഇങ്ങനെ ആര് നടക്കും? ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതൊക്കെ ശരിക്കും ഈഗോ തകർക്കുക എന്ന് പറഞ്ഞാൽ പോരാ, ആസിഡിലിട്ട് കരിച്ച് കളയേണ്ടി വരും. അങ്ങനത്തെ സ്വഭാവമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങാടിയിലൂടെ നടന്നിട്ട് ഇതാരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ, ആരുടെ ഏതെങ്കിലും ആണോ എന്ന് വിളിച്ചു ചോദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് സാദാൻ റഹിമഹുല്ലാഹ് അലി തങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വളരെ പ്രായമുള്ള ആളുകളെ ചെന്ന് സഹായിക്കുന്നുണ്ട്. പ്രായമുള്ള ആളുകളെ, ദഈഫായ ആളുകളെ സഹായിക്കുക, വയ്യാത്ത ആളുകളെ. വിൽക്കുന്ന കച്ചവടക്കാരോട്, വൽ ബഖാലി ഗ്രോസറിക്കാരോട്. ബഖാല എന്നല്ല പറയാ ഗ്രോസറിക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ബഖാല. അബുദാബി ബഖാലന്റെ അതേ ലോഗോ ഒക്കെ വെച്ചിട്ടേ കാസർഗോഡ് കൂടെ കിടന്ന കുറെ കാണാനുണ്ട്. കുറെ ഇവിടുത്തെ ഷെയ്ഖന്മാരൊക്കെ വന്നാൽ എപ്പോഴും ഇതൊക്കെ അബുദാബി ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. ആ കണക്ക് ബോർഡൊക്കെ ശരിക്കും ആ എംബ്ലൊക്കെ വെച്ചിട്ട് ബഖാലൻ്റെ അങ്ങനെ തന്നെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ. അപ്പോൾ ബഖാൽ എന്നാ പറയാ. ശരിക്കും ബക്കൽ എന്ന് പറഞ്ഞാൽ ചീര എന്നാണ്. ചീര എന്ന് പറഞ്ഞാൽ നമ്മളെ കറി വെക്കുന്ന ഇല,
ചീര വിൽക്കുന്ന ആൾക്കാർ ശരിക്കും ബക്കാൽ എന്ന് പറയാം. പിന്നെ ചീരൻ്റെ ഒപ്പം ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ പാടെ വിറ്റപ്പോഴാണ് പിന്നെ ഗ്രോസറി എന്ന് പേരാക്കിയത്. ബക്കാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഇന്നത്തെ ഗ്രോസറിയിൽ ചീരയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലേ. ചീര വിൽക്കുന്ന ആളെന്നതിൻ്റെ അർത്ഥം. പച്ചക്കറി വിൽക്കുക എന്നൊക്കെ പിന്നെ എൻ്റെ കൂട്ടത്തിൽ പറയാണ് ബക്കാൽ. അങ്ങാടിയിൽ പച്ചക്കറി വിൽക്കുന്നവരോടും വിൽപ്പന ചെയ്യുന്ന ആളുകളെയും ചെന്ന് അലി റളിയല്ലാഹു അൻഹു ചെന്ന് കാണുകയും ഫയഫ്തഹു അലൈഹിൽ ഖുർആൻ, അവരുടെ മുമ്പിൽ ചെന്നിട്ട് ഖുർആൻ തുറന്നു വെച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിൻ്റെ ദീന് അങ്ങാടിയിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിലെ കച്ചവടക്കാർക്ക് ഇങ്ങനെ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നു റളിയല്ലാഹു അൻഹു. ഒരിക്കണ്ട് ഇഷ്തറാ ലഹമൻ ബിദിർഹമിൻ, മഹാനവറുകൾ ഒരു ദിർഹം കൊടുത്തിട്ട് ഇറച്ചി വാങ്ങിയിട്ട് ഒരു മിൽഹഫത്തിന് ഒരു സാധനത്തിൽ പൊതിഞ്ഞ് ഒരു ഇറച്ചിയും വാങ്ങിയിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരാൾ പറഞ്ഞു അഹ്മിലു അൻക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഈ ഇറച്ചി ഞാൻ കൊണ്ടുപോകാൻ നിങ്ങൾ എന്തിനാ കയ്യിൽ പിടിക്കുന്നത്, ഞാനത് ചെയ്തു കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ലാ, അത് പറ്റില്ല, അബുൽ അയാലി അഹഖു അൻ യഹ്മില, കുട്ടികളെ വാപ്പന്നല്ലേ കുട്ടിയേക്കുള്ളത് ചുമന്നു കൊണ്ടുപോവേണ്ടത്, അത് ഞാൻ തന്നെ, എൻ്റെ കുട്ടിയേക്കുള്ളതല്ലേ അത് ഞാൻ തന്നെ വഹിച്ചു കൊള്ളാം എന്ന് അലി റളിയല്ലാഹു അൻഹു. ലാ അബുൽ അയാലി അഹഖു അൻ യഹ്മിലഹു, മക്കളുടെ വാപ്പയാണല്ലോ മക്കൾക്ക് വേണ്ടിയുള്ള സാധനം എടുത്തു കൊണ്ടുപോവേണ്ടത്, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുപോകാം എന്ന് അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു മനുഷ്യൻ താഴ്മ കാണിച്ചാൽ അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന ബഹുമാനപ്പെട്ട ദീനിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മർഹൂം ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ കൊണ്ടോട്ടി അങ്ങാടിയിലെ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിപ്പോരുന്ന സംഭവമൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് കൊണ്ടോട്ടി ടൗണിലാണല്ലോ വീട്. ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് മാർക്കറ്റിൽ ചെന്ന് അവിടെ നിന്ന് വല്ല മീനോ പച്ചക്കറിയൊക്കെ വാങ്ങി ആ കീശം പിടിച്ചിട്ട് വീട്ടിലേക്ക് നിരന്തരം, അത് പ്രസിഡന്റായ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശേഷവും അതിൻ്റെ മുമ്പും അങ്ങനെ തന്നെ തുടർന്നു. അതൊക്കെ ഒരു ആലിമിൻ്റെ ജീവിത ശൈലി, ഇതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ചെയ്യാവുന്ന മഹാനവറുകൾ അങ്ങനെയായിരുന്നു. സ്വന്തം കൈകൊണ്ട് വാങ്ങിച്ച് കീശം പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരും. എന്തുകൊണ്ട്? അബുൽ അയാലി അഹഖു അൻ യഹ്മില. നിങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഓർമ്മ വരികയാണ്, മൻ ഹമല ബിദഅതഹു ഫഖദ് ബരിഅ മിനൽ കിബ്ർ. ഒരു മനുഷ്യൻ അവനവന്റെ സാധനം അവനവന് പൊക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ അഹങ്കാരത്തിൽ നിന്നും അയാൾ സുരക്ഷിതനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സാധനം അവനവൻ തന്നെ പൊക്കുകയാണെങ്കിൽ, ഒരാൾ ഖിദ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു എന്ന് വിചാരിക്കുക, അവർക്ക് ഖിദ്മത്തിന്റെ കൂലി കിട്ടും. പക്ഷേ ആ ഖിദ്മത്ത് ചെയ്യപ്പെടുന്ന ആൾ താൻ തന്നെ അത് ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധി കാണിക്കേണ്ട ആളാണ്. മൻ ഹമല ബിദാഅത, അവനവന്റെ ലഗേജ് അവനവൻ തന്നെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ കിബിർ ഉണ്ടാവില്ല. ഒരു കൊടയാണ്, അവനവന് പിടിച്ചാൽ മതി, വേറെ ആൾ പിടിച്ചെടുത്തിട്ട് വരുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ തർക്കേടില്ലല്ലോ എന്നൊരു തോന്നലിൻ്റെ ഇടയിലൂടെ വരും. അതാണ് അവനവൻ്റേത് അവനവൻ തന്നെ. മൻ ഹമല ബിദാഅതഹു ഫഖദ് ബരിഅ മിനൽ കിബ്ർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങളുടെയും ഇമാമുന മാലിക് തങ്ങളുടെയും ഓരോരോ അനുഭവങ്ങൾ കൂടെ ഈ സംഭവത്തോട് ചേർത്ത് വെക്കട്ടെ. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, ആരാണ് ഖാലിദ് ഇബ്നുൽ വലീദ് എന്നവർ? സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ വാൾ എന്ന്, ദ സോർഡ് ഓഫ് അല്ലാഹ്, അല്ലാഹുവിന്റെ വാൾ എന്നറിയപ്പെട്ട, അല്ലാഹുവിന്റെ ദീനിന് ഒരുപാട് സേവനം ചെയ്ത ഖാലിദ് റളിയല്ലാഹു അൻഹു. ഉഹദ് യുദ്ധം വരെ, അതിനപ്പുറത്തേക്ക് മഹാനവറുകൾ ഇസ്ലാമിന്റെ വിരുദ്ധപക്ഷത്ത. ഉഹദ് യുദ്ധമൊക്കെ നഷ്ടമായത് ഖാലിദ് റളിയല്ലാഹുവിന്റെ സൈന്യം വന്ന് മുസ്ലിമീങ്ങൾ അറ്റാക്ക് ചെയ്തപ്പോഴാണ്. അന്നൊക്കെ ഖാലിദ് ഇബ്നു വലീദ് എന്നവർ മുശ്രിക്കുകളുടെ പക്ഷത്താണ്. പിന്നീട് ഇങ്ങോട്ട് വരികയാണ്. അന്ന് വരുമ്പോൾ കുറച്ച് മാലയും വളക്ക കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകളുടെ ശൈലി. നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെ മാലക്കാൻ ഇടുന്നുണ്ട്, സ്റ്റീലിൻ്റെയും അല്ലാത്തതൊക്കെ മാലയൊക്കെ ചെറുപ്പക്കാരുടെ കഴുത്തിലും കൈമലൊക്കെ കാണുന്നുണ്ട്. എന്താണ്, ആരെ എത്തിപ്പാഴ് ചെയ്യണമെന്ന് അള്ളാഹു എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. കുറേ കയറും, എത്ര കയറാന്നാ ഇവിടുന്ന് കിട്ടിയ സുന്നത്താന്ന് അല്ലാഹു ആലം. നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. അതുമല്ല സിഖുകാരനായ വല്ല നടൻ്റെയോ അല്ല, ഓരൊക്കെ എങ്ങോട്ടാ പോകണമെന്ന് വെച്ചാൽ ഓരൊപ്പം പോകാൻ പറ്റുന്ന അതിൻ്റെ ഏറ്റവും വലിയ സൗകര്യം. അപ്പോൾ നമ്മൾ ഇത്തിബാഅ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ജാതി കോലും തിരിയാത്ത കോലത്തിലേ ആ രീതിയിലുള്ള ഒരുപാട് കെട്ടും കയറൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ ഏതൊക്കെയോ നമ്മൾ ചോദിച്ചാൽ മന്ത്രിച്ചൂതി കെട്ടിയതാ കാരണം നോക്കുമ്പോൾ എന്ത് അള്ളാഹുവിൻ്റെ കലാമോ തഅവീദുകളോ ഒന്നുമല്ല. അങ്ങനെ ഏതോ സിനിമയിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മുടേതല്ലാത്തത് സ്വീകരിക്കേണ്ട. ഖാലിദ് റളിയല്ലാഹു തആല നബിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ആ മാല പൊട്ടിച്ചിട്ട് പറഞ്ഞു, നബിയെ, കുറേ കാലം ഞാൻ അങ്ങേക്കെതിരായി കുറേ ഫൈറ്റ് ചെയ്തില്ലേ നബിയെ, അതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മാല, എൻ്റെ ആഭരണങ്ങൾ, എൻ്റെ ഓർണമെന്റ്സ്, വാട്ട് ദി വർത്ത് is a charity to Islam, ഇതിനൊക്കെ എന്ത് വില കിട്ടുന്നുണ്ടോ ഇതൊക്കെ നബിയെ ഞാൻ ഇസ്ലാമിന് വേണ്ടി സംഭാവന തരികയാണ്. പിന്നെ എൻ്റെ വാൾ, ഈ വാള് കൊണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത വാളാ നബിയെ, അതവിടെ വെച്ചോളൂ, എനിക്കിത് വേണ്ട. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, ഖാലിദേ, ഈ വാൾ നിങ്ങൾ ഇസ്ലാമിനെതിരായി ഉപയോഗിച്ചില്ലേ, ഇനി ഇസ്ലാമിനെതിരെ വരുന്നവർക്ക് നിങ്ങൾ ഉപയോഗിച്ചോളൂ. എന്നാൽ അങ്ങനെ ആവട്ടെ. അൻത സൈഫുല്ലാഹിൽ മസ്ലൂൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വാളാണ് എന്ന് നബി തങ്ങൾ പ്രശംസിച്ച് പറഞ്ഞ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇടപെടൽ വല്ലാത്തൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓരോ സംഭവങ്ങളും കേൾക്കുമ്പോൾ കോരിത്തെരിപ്പ് വരും. ഖാലിദ് റളിയല്ലാഹു അൻഹു വിജയഭേരി മുഴക്കി ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് യുദ്ധങ്ങൾ വിജയിച്ച് ഇങ്ങനെ മുന്നേറുകയാണ്. രാജ്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്, നിരന്തരം വിജയങ്ങൾ, വിക്ടറി ആഫ്റ്റർ വിക്ടറി, വിജയത്തിന് ശേഷം വിജയം, അങ്ങനെ കണ്ടിന്യൂസ് വിക്ടറീസ്, നോ ഫെയിലിയർ. പരാജയം എന്ന് പറഞ്ഞ സംഗതി ഇല്ല ഖാലിദ് തങ്ങളുടെ അജണ്ടയിൽ. അങ്ങനെ വിജയിച്ച് മുന്നേറുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖാലിദ് ഇബ്നു വലീദ് തങ്ങളെ സസ്പെൻഡ് ചെയ്യുന്നത് ഫോർ നോ റീസൺ. എങ്ങനെ വിജയിച്ച് മുന്നേറാൻ ഉമർ തങ്ങൾ പറഞ്ഞു, ഖാലിദേ, ഇനി മുതൽ നിങ്ങൾ താഴെ നിൽക്കും. സ്വഹാബത്തിന്റെ ഇടയിലൊക്കെ വലിയ ചർച്ച വന്നു. കാരണം ഉമർ തങ്ങൾ എന്തുകൊണ്ടത് ചെയ്തു? ഒരു കാരണമില്ല. ഇനി മുതൽ ഖാലിദേ, നിങ്ങൾ നേതാവല്ല, നിങ്ങൾ സാധാരണ ഒരു പട്ടാളക്കാരന്റെ സ്ഥാനത്ത് വേറെ ആളെ ഞാൻ നിയമിക്കും. എന്തേ കാരണം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും വല്ല കറപ്ഷൻ നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. പിന്നെ എന്തിന്? ഖാലിദ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, എന്തെങ്കിലും എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണം. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനത്തെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് അങ്ങ് താഴെ ഇറക്കുമ്പോൾ എനിക്ക് ചില വിഷമം തോന്നി. എന്തിനേ നിങ്ങളത് ചെയ്തത്? എന്നോടൊന്ന് പറഞ്ഞു തന്നാലോ? ഖാലിദേ, ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹു. ശരിക്കും മനസ്സിലാക്കി മുഅ്മിനെ, ഇതാണ് ഖലീഫത്തുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖാലിദേ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ലോകത്ത് ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പാണെങ്കിൽ തന്നെയും, മുശ്രിക്കുകളോ ബഹുദൈവ ആരാധന ചെയ്യുന്നവരോ ദൈവമില്ല എന്ന് പറയുന്നവരോ ഇസ്ലാമിനെ വെറുത്താൽ തന്നെയും സർവ്വ മതങ്ങളെക്കാളും ഇസ്ലാമിനെ ഞാൻ മുമ്പിൽ കൊണ്ടുവരും എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? പറഞ്ഞു. അത് ഖാലിദ് ഇബ്നു വലീദിനെ കൊണ്ട് ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖാലിദേ, നിങ്ങളുടെ ഈ വിജയത്തിന്റെ യാത്ര ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തോന്നിപ്പോകുന്നു, നിങ്ങളുടെ മനസ്സിലെങ്ങാനും തോന്നിപ്പോകുമോ ഈ വിജയമുണ്ടാവാൻ കാരണം എൻ്റെ പാടവമാണ്, എൻ്റെ ധൈര്യമാണ്, എൻ്റെ നേതൃത്വമാണ്, നിങ്ങളില്ല എങ്കിൽ ഇസ്ലാം പരാജയപ്പെടുമെന്ന തോന്നൽ നിങ്ങളുടെ ഖൽബിൽ വരുമോ എന്ന് ഞാൻ പേടിച്ചു ഖാലിദേ. നിങ്ങളില്ലെങ്കിലും ഇസ്ലാമിന് അള്ളാഹു വിജയം വെച്ചിട്ടുണ്ട് ഖാലിദേ. അതുകൊണ്ട് നിങ്ങളൊന്ന് താഴെ ഇറങ്ങി നോക്കൂ, എന്നിട്ട് എന്ത് സംഭവിക്കൂ എന്ന് നോക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ തോന്നൽ വരണ്ട, എന്നെ കൊണ്ടാ ഇതൊക്കെ നടക്കണത്, താഴെ ഇറങ്ങ്. അത് തോന്നിയിട്ടല്ല, തോന്നൽ വരും മുമ്പ് ചികിത്സിക്കുകയാണ് ഫാറൂഖ് റളിയല്ലാഹു തആല. അപ്പോഴാണ് ഖാലിദ് ഇബ്നു വലീദ് എന്നവരെ പറഞ്ഞത്,